ഹലോ ഗൈസ്, എനിക്കറിയാം നിങ്ങൾക്കാർക്ക് എന്നെ കണ്ടുപരിചയമില്ലാന്ന്. കാരണം ഞാനിവിടെ പുതിയതാണ്. ഇതിന്റെ ഫസ്റ്റ് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ കുറെ കാലമായി വ്ളോഗിംഗ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അതിനുള്ള വീഡിയോസ് ഞാൻ എടുത്തു വെക്കും. പക്ഷെ അതുപോലെ ഞാൻ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതെങ്കിലും ഞാൻ ഡിലീറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പൊ ഇനി നമുക്ക് വ്ളോഗിലേക്ക് പോകാം. നമ്മളിന്ന് അമ്മമ്മനെയും കൊണ്ട് കാപ്പാട് ബീച്ചിലേക്കാണ് പോകുന്നത്. ആക്ച്വലി അമ്മമ്മയ്ക്ക് അറിയില്ല കാപ്പാട് ബീച്ചിലേക്കാണ് പോകുന്നതെന്ന്. ഡോക്ടറെ കാണിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കിയത്. അമ്മമ്മ ഇതുവരെ കാപ്പാട് ബീച്ചിലൊന്നും പോയിട്ടില്ല. അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്തോ അമ്മമ്മയ്ക്ക് അതിനൊന്നും പറ്റിയില്ല. ആക്ച്വലി അമ്മയുടെ പ്ലാനാണ് അമ്മമ്മനെ കൊണ്ട് കടലമ്മ ഡോക്ടറെ തന്നെ കാണിക്കണം എന്നുള്ളത്. പിന്നെ ഇതുവരെ പോവാത്ത വഴിയിലൂടെയൊക്കെ പോകുന്ന കണ്ടപ്പോ അമ്മമ്മയ്ക്ക് നന്നായി ഡൗട്ട് അടിച്ചു. പിന്നെ നമ്മൾ ആ കുഞ്ഞനുഭവം അങ്ങ് പൊട്ടിച്ചു. അതിന്റെ റിയാക്ഷൻ ആണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ നമ്മൾ അമ്മമ്മനെയും കൊണ്ട് കടലമ്മ ഡോക്ടറെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ബീച്ച് തുടങ്ങുന്ന ഈ ഭാഗത്തും ലാസ്റ്റ് മാത്രമേ ഫ്രീ എൻട്രി ഉള്ളൂ. അമ്മമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടും ഇരിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മള് ടിക്കറ്റ് എടുത്തിട്ട് കയറുന്നത്. അമ്മമ്മയ്ക്കാണെങ്കിൽ ആൾക്കാരെന്നെ കണ്ട എന്ത് വിചാരിക്കും പറയുന്നുള്ള ടെൻഷൻ ആയിരുന്നു ഫുൾ. പിന്നെ അവിടെ എത്തിയിട്ട് കുറെ നേരം സൂര്യമാമനെ നോക്കിയിരുന്നു. ഞാൻ വീഡിയോ പിടിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്തിനാ വീഡിയോ ഒക്കെ പിടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ലൈം ജ്യൂസ് തിന്നാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. പിന്നെ ഇവിടുന്ന് ഐസ്ക്രീമും വാങ്ങിച്ചു. പിന്നെ ഞാൻ അമ്മനെ കൊണ്ട് കുറച്ച് വീഡിയോസ് എടുപ്പിച്ചു. അതിലെ കോപ്പറേഷനാണ് ഇപ്പൊ കാണുന്നത്. ക്യാമറ നോക്കി പോസ് ചെയ്യാൻ പറഞ്ഞ ക്യാമറ വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നോക്കി പോസ് ചെയ്യുന്ന ആളാണ് എന്റെ അമ്മ. ഏത് വീഡിയോയും ഫോട്ടോയും എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. കടല് കാണാൻ വന്നിട്ട് കാലൊന്നും നനച്ചില്ലെങ്കിൽ കടലമ്മയ്ക്ക് വിഷമായാലോ. അതുകൊണ്ട് നമ്മൾ കാല് നനച്ചു. ആകാശത്തിലെ ക്ലൗഡ്സ് കണ്ടപ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നി. സമയം ഏകദേശം 7 മണിയോട് അടുത്ത് തുടങ്ങി. ആ സമയത്തും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതല്ലേലും നമ്മളെ കോഴിക്കോട് ബീച്ചിന്റെയും കാപ്പാട് ബീച്ചിന്റെയും പ്രത്യേകതയാണ്. അങ്ങനെ നമ്മൾ കാപ്പാട് തിരിച്ച് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരിച്ച് നമ്മൾ പ്രേമേട്ടന്റെ മയിൽവാഹനത്തിൽ തന്നെയാണ് പോയത്. ഇഷ്ടായോ? ഓ സന്തോഷായോ? ഓ സന്തോഷായി. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഫ്ലൈയിങ് കിസ് ചെയ്തപ്പം അമ്മമ്മ അതുപോലെ തന്നെ എന്റെ കൂടെ കൂടി. അതെ ഗൈസ്, അങ്ങനെ എനിക്ക് ആ സത്യം മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോകുമ്പോ ബൈക്കിൽ വന്നൊരു ചേട്ടൻ ഞാൻ സെൽഫി സ്റ്റിക്കില് വീഡിയോ എടുക്കുന്നത് കണ്ടു ഗൈസ്. അത് കണ്ടപ്പോ എന്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് അങ്ങ് ഉണർന്നു. അതാണ് ഞാൻ ഈ 30 പല്ല് കട്ടിച്ചിരിക്കുന്നത്. എനിക്ക് 2 പല്ല് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ വരുമോ ഉണ്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന സന്തോഷങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മളും ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. അപ്പൊ ഇത്രയുള്ള എന്റെ ഒരു കുഞ്ഞു വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ടാറ്റ ബൈ ബൈ ഉമ്മ.